بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. صدق الله مولانا العلي العظيم. قال رسول الله صلى الله عليه وسلم حجة مبرورة خير من الدنيا وما فيها وحجة مبرورة ليس لها جزاء إلا الجنة. صدق رسوله الكريم. സ്നേഹാദരവുള്ള അള്ളാഹുവിൻ്റെ അതിഥികളായ ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, വിശുദ്ധ കഅബാലയത്തിങ്കൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച നിങ്ങൾക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ യഥാവിധി നിർവഹിക്കുവാനും ആരോഗ്യപൂർണമായി തിരിച്ചെത്തുവാനും തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മോട് ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി ഭാഗ്യമുണ്ടാകുവാൻ വസിയ്യത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ആ വിശുദ്ധ ഭൂമിയിൽ ചെന്നുകൊണ്ട് പുണ്യകർമ്മം നിർവഹിക്കുവാൻ അർഹമുർ-റാഹിമായ തമ്പുരാൻ എത്രയും പെട്ടെന്ന് അനുമതി നൽകുമാറാവട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ ബന്ധുക്കൾ, മിത്രങ്ങൾ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു സന്ദർഭമാണ് ഹജ്ജ് യാത്രാവേള. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് സാധ്യമായ അളവിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന വിധി പ്രകാരം, പ്രത്യേകിച്ച് ഷാഫിഈ മദ്ഹബ് അനുസരിച്ചുകൊണ്ട് നമ്മുടെ കർമ്മശാസ്ത്രം ഇവിഷയകമായി നമുക്ക് എന്ത് പഠിപ്പിച്ചു തരുന്നു എന്ന് നോക്കാം.
കഅബാലയം, നാം 5 നേരം തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുന്ന നമ്മുടെ ഖിബ്ല, അതൊന്ന് കാണുവാനും അവിടെ ചെന്ന് മഹത്തായ ആ കർമ്മം നിർവഹിക്കുവാനും ആഗ്രഹിക്കാത്തവരായി മുഅ്മിനീങ്ങളായി ഒരാളും ഉണ്ടാകില്ല. അവിടെ ചെന്ന് ആ കർമ്മങ്ങൾ നിർവൃതിയോടെ ചെയ്തു തീർക്കുന്ന ആ സന്ദർഭം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനർഘ നിമിഷങ്ങളാണ് അവർ സംഭാവന ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ ഗേഹത്തെക്കുറിച്ചും നമ്മുടെ ഈ യാത്രയെക്കുറിച്ചും അതിൻ്റെ കർമാനുഷ്ഠാനങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ ലഘുവായി വിശദീകരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഈ കാര്യങ്ങൾ ഗ്രഹിക്കണമെന്നാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭൂമിയിൽ ആദ്യമായി നിർമ്മിച്ച ഭവനം, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകം വഹുദൽ ലിൽ ആലമീൻ. ലല്ലദീ ബിബക്കത, ബക്ക എന്നത് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ മക്ക എന്ന പ്രദേശത്തിന് പ്രയോഗിച്ച മറ്റൊരു പദമാണ്. ബക്ക മക്ക തന്നെയാണ്. ആ മക്കയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഭവനം അത് ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കും അനുഗ്രഹവും മാർഗരേഖയുമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. ആ മഹത്തായ പുണ്യഭൂമിയിൽ വിശുദ്ധമായ ഗേഹം നിർമ്മിക്കുവാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകന്മാരിലൂടെ നമുക്ക് ലഭ്യമായ ജ്ഞാനമനുസരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നു, എൻ്റെ ഈ ഭവനം ആര് സന്ദർശിക്കുന്നുവോ അവർക്ക് ദോഷങ്ങൾ പുറത്തു കൊടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയിരിക്കുന്നു. പൂർവീക മഹത്തുക്കളെല്ലാം നിർവഹിച്ച മഹിതമായ ഈ കർമ്മമെന്ന് പറയുന്നത് ഇസ്ലാമിൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ്. 5 ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാണ് കഴിവുള്ളവൻ ഹജ്ജ് നിർവഹിക്കൽ. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണെന്ന് നമുക്ക് വ്യക്തമായും ബോധ്യമുണ്ട്. ഈ വിശുദ്ധമായ ഗേഹത്തിങ്കിൽ ചെന്നുകൊണ്ട് നിർവഹിക്കാൻ കഴിയുന്ന ഒരു കർമ്മമാണ് ഹജ്ജ്. അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ ഗേഹത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് വെളിച്ചം വീശുന്ന 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇന്ന് നമ്മൾ കാണുന്ന കഅബ നിരവധി തവണ പുതുക്കി പണിത ദീർഘമായ ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കഅബാലയത്തിന്റെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളാണ് വളരെ പ്രധാനം. നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയും പരിശുദ്ധ ഖുർആൻ വളരെയേറെ പുകഴ്ത്തുകയും ചെയ്ത ഒരു മഹാനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിലെ 120 വാക്യത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വ്യക്തിത്വത്തെ പ്രോജ്വലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ ശാകിറൻ ലിഅൻഉമിഹി. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രികീൻ ശാകിറൻ ലിഅൻഉമിഹി ജതബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം. ഇന്ന ഇബ്രാഹിം, തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ, അദ്ദേഹം ഒരു സമുദായമായിരുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇബ്രാഹിം നബിയെ കുറിച്ച് കാന ഉമ്മ, ഇബ്രാഹിം നബി ഒരു സമുദായം തന്നെയായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നു. അവിടെ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വമാണ് പ്രോജ്വലിച്ച് കാണുന്നത്. ഖാനിതൻ ലില്ലാഹി ഹനീഫൻ, ഋജുവായ രീതിയിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്ന ബഹുദൈവ വിശ്വാസിയല്ലാത്തൊരു മഹാനെ കുറിച്ച് അള്ളാഹു പറയുന്നു. ആ മഹാന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ ഏറെ ഉദ്ധരിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മളോട് പറഞ്ഞത് വത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ എന്നാണ്. നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗം പിന്തുടരണം എന്നാണ്. ആ മാർഗം പിന്തുടരുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും കഅബാലയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായി പഠിച്ചിരിക്കണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മഹാന് 99ാമത്തെ വയസ്സിലാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന കുഞ്ഞിനെ നൽകുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, എനിക്ക് നീ നല്ല ഒരു കുഞ്ഞിനെ തരണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ പ്രാർത്ഥന കേട്ടു. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫബശർനാഹു ബിഉലാമിൻ ഹലീം. വളരെ അച്ചടക്കമുള്ള ഒരു കുഞ്ഞിനെ കൊടുത്തു. നല്ലൊരു കുഞ്ഞിനെ തരണമെന്ന് ചോദിച്ചപ്പോൾ 112ാമത്തെ വയസ്സിലാണ് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പിറന്നത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ ഹാജറിനും ഇസ്മായിൽ എന്ന കുഞ്ഞ് പിറന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ കുഞ്ഞിന്റെ പിറവി വാർദ്ധക്യ സമയത്തായതുകൊണ്ട് വലിയ സന്തോഷം അവർക്കുണ്ടായി. ഈ കുഞ്ഞിന് 2 വയസ്സ് പ്രായമാകുമ്പോഴാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ബോധനം നൽകുന്നത്.
ഈ കുഞ്ഞിനെയും ഭാര്യയെയും ഇന്ന സ്ഥലത്ത് കൊണ്ടു ചെന്നാക്കണം എന്ന്. ബഹുമാനപ്പെട്ടവർ ജന്മനാട്ടിൽ നിന്നും വിശുദ്ധമായ മക്കയിലേക്ക് കടന്നു വരുന്നത് അങ്ങനെയാണ്. വിജനമായ മക്ക പ്രദേശത്തേക്ക് കടന്നു വന്നുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കുഞ്ഞിനെയും തന്റെ ഭാര്യയെയും ഇന്നത്തെ കഅബയിലെ നിലകൊള്ളുന്ന പ്രദേശത്ത് നിർത്തിക്കൊണ്ട് ഒരു പാത്രത്തിൽ ഏതാനും വെള്ളവും ഈത്തപ്പഴവും വെച്ചു കൊടുത്തുകൊണ്ട് തിരിച്ചു പോകുന്നു. ഒരു ഭാര്യയെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു കൊണ്ട് പോകുന്ന ഒരു ഭർത്താവിന്റെ മനസ്സ്, ഭർത്താവ് തന്നെയും കുഞ്ഞിനെയും ഒരു വിജനമായ പ്രദേശത്ത് ഇട്ടേച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു ഭാര്യയുടെ മനസ്സിന്റെ വിതുമ്പൽ, വളരെ ദയനീയമായ ഒരു രംഗം. ഭർത്താവ് തിരിഞ്ഞു പോകുമ്പോൾ ഭാര്യ നോക്കി. ഭാര്യ ഭർത്താവിനെ ചോദിച്ചു, നിങ്ങൾ പോകുന്നത് എങ്ങോട്ടാണ്? ഭർത്താവ് മിണ്ടുന്നില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഭാര്യയോട് മിണ്ടുന്നില്ല. അദ്ദേഹം പിന്നെയും മുന്നോട്ട് നടക്കുമ്പോൾ ഭാര്യ തടഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? മഹാനവറുകൾ പ്രതികരിക്കുന്നില്ല. പിന്നെയും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുന്നോട്ട് പോകുമ്പോൾ ഭാര്യ ചോദിക്കുന്നു, ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ പടച്ചറബ് കൽപ്പിച്ചിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? എന്നെയും എന്റെ കുഞ്ഞിനെയും വിട്ട് പോകുന്നത്? മഹാനായ ഇബ്രാഹിം നബി തങ്ങൾ പറഞ്ഞു, നഅം, അതെ, അത് പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി തങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞതോടുകൂടി മഹദി പറഞ്ഞു, എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇദല്ലാ യുദയ്യുന, എങ്കിൽ ഞങ്ങൾ ഒരിക്കലും വഴിയാധാരമാകില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ കാത്തുരക്ഷിക്കും, നിങ്ങൾക്ക് സന്തോഷമായി പോകാം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്പം മുന്നോട്ട് നടക്കും, പിന്നെയും തിരിഞ്ഞു നോക്കും. അള്ളാഹുവിന്റെ കൽപ്പനയല്ലേ, വാർദ്ധക്യ കാലത്ത് എനിക്കൊരു കുഞ്ഞിനെ തന്നു, അള്ളാഹു അതിനെ വിജനമായി ഈ ഭൂപ്രദേശത്ത് കൊണ്ടുചെന്ന് ആക്കണമെന്ന് പറഞ്ഞു, ഞാൻ അങ്ങനെ നിർവഹിച്ചു. ഇവിടെ നാം ഇബ്രാഹിം നബിയുടെ മനസ്സ് കാണണം. അള്ളാഹു എന്ത് പറഞ്ഞുവോ അത് കൃത്യമായി നടപ്പാക്കാനുള്ള മനസ്സ്. അതിന്റെ വരും വരായികളൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റെടുക്കും, ഞാനത് ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്ന ഇബ്രാഹിം നബി തങ്ങളുടെ മഹത്തായ നിശ്ചയദാർഢ്യം, ആ അസ്മ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇടക്ക് സന്ദർശിക്കും തന്റെ പ്രിയപ്പെട്ട മകനെയും തന്റെ ഭാര്യയെയും. അവരുടെ ക്ഷേമാന്വേഷണങ്ങൾ നടത്തും. അദ്ദേഹം അങ്ങനെ വന്നും പോയും ഇരുന്നു കൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ മകൻ വളർന്ന് ഒരു ബാല്യകാലത്ത് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം. ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രണ്ടുപേരെയും വലിയ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ നിർബന്ധിക്കുന്നു. ആ ദൗത്യത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു. അള്ളാഹു തന്നെ വ്യക്തമാക്കുന്നു, വഅഹിദ്നാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈൽ അൻ തുഖിറാ ബൈതിയ ലിത്വാഇഫീന വൽ ആകിഫീന വറുക്കഇസ് സുജൂദ്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുക, അഹിദ്നാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും നമ്മൾ കൽപ്പിച്ചു, അവർക്ക് കരാറ് കൊടുത്തു, അവരോട് നാം നിർദ്ദേശിച്ചു. ഇതിന്റെ അർത്ഥം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ അള്ളാഹു ഒരു കാര്യം നിർദ്ദേശിക്കാൻ മാത്രമുള്ള പ്രായത്തിൽ ഇസ്മായിൽ നബി എന്ന കുട്ടിയായി. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് പടച്ചറബ് കൽപ്പന കൊടുത്തു, എന്ത്? അൻ തുഖിറാ ബൈതിയ ലിത്വാഇഫീന വൽ ആകിഫീന വറുക്കഇസ് സുജൂദ്. എന്റെ വിശുദ്ധമായ ഭവനം, അന്ന് അവിടെ കഅബാലയമില്ല, പക്ഷെ പൂർവ്വകാലത്തെ കഅബയുടെ അവശിഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു, അൻ തുഖിറാ ബൈതിയ, എന്റെ വീട് നിങ്ങൾ ശുദ്ധമാക്കണം, ലിത്വാഇഫീന വൽ ആകിഫീന വറുക്കഇസ് സുജൂദ്. ഇവിടെ വന്നുകൊണ്ട് തവാഫ് ചെയ്യുവാനും ഇഅ്തികാഫ് ഇരിക്കുവാനും റുകൂഅ് ചെയ്യുവാനും സുജൂദ് ചെയ്യുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ അത് ശുദ്ധീകരിച്ചു വെക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. അങ്ങനെ കൽപ്പിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന ഏറ്റെടുത്തുകൊണ്ട് വിശുദ്ധ കഅബാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. ഇബ്രാഹിം നബി നിർമ്മിച്ച കഅബയെ കുറിച്ച് ചരിത്രം നമുക്ക് കാണാം. തെക്ക് വടക്ക് 30 മുഴം നീളവും 9 മുഴം ഉയരവും കിഴക്ക് പടിഞ്ഞാറ് 22 മുഴം വീതിയുമുള്ള ഒരു കഅബാലയമാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് നിർമ്മിച്ചത്. ഇന്നത്തെ കഅബ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും, 12 മീറ്റർ നീളം, 10 മീറ്റർ വീതി, 15 മീറ്റർ ഉയരം. അത് ഇന്നത്തെ കഅബ. എന്നാൽ ഇബ്രാഹിം നബി തങ്ങൾ നിർമ്മിച്ച കഅബയുടെ നീളവും അതിന്റെ വലുപ്പവുമാണ് നേരത്തെ സൂചിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്, താങ്കൾ ജനങ്ങളെ ഹജ്ജ് കർമ്മം ചെയ്യാൻ വിളിക്കണം. യതൂക റിജാലൻ, അവർ കാൽനടയാടി കടന്നു വന്നുകൊള്ളൂ. യതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും മെലിഞ്ഞൊട്ടിയ വാഹനപ്പുറത്ത്. അതിന്റെ ഉദ്ദേശം വളരെ പ്രയാസം സഹിച്ചുകൊണ്ടും ദുരിതങ്ങൾ പേറിക്കൊണ്ടുമാണെങ്കിലും ഈ വിശുദ്ധ ഗേഹത്തിലേക്ക് ആളുകൾ വരും ഈ മഹത്തായ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ. ഈ കർമ്മം നമ്മൾ നിർവഹിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണുള്ളത്? എന്താണ് നമുക്കിതുകൊണ്ട് കിട്ടാനുള്ളത്? 2 കാര്യങ്ങൾ ഹദീസുകളിൽ സൂചിപ്പിച്ചു നോക്കൂ നിങ്ങൾ. ഒന്ന്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയം നിർമ്മിച്ചു എന്ന് നേരത്തെ നാം സൂചിപ്പിച്ചുവല്ലോ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധ കഅബ നിർമ്മിച്ച ശേഷം പടച്ച റബ്ബിനോട് ചോദിച്ചു, യാ റബ്ബി ഇന്നലി കുല്ലി ആമിലിൻ ജസാ,
ഏതൊരു പ്രവൃത്തി ചെയ്തവനും പടച്ച റബ്ബേ പ്രതിഫലമുണ്ടല്ലോ, ജോലിക്കാരന് കൂലിയുണ്ടല്ലോ, തൊഴിലാളിക്ക് പ്രതിഫലമുണ്ടല്ലോ. അതുകൊണ്ട് പടച്ചവനെ, എനിക്കെന്താ ഇതിലുള്ളത്? ഞാൻ നീ കൽപ്പിച്ചത് പ്രകാരം കഅബയെ നിർമ്മിച്ചു, അതിനെനിക്കെന്താണ് പ്രതിഫലം എന്ന് അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ച മഹാനായ ആദി പിതാവ് അർഹമുറാഹിമായ തമ്പുരാനോട് ചോദിച്ചു. ഖാലല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി പറഞ്ഞ എന്താ? അമാ അന്ത യാ ആദം, നീ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു വിളിച്ചുകൊണ്ട് പറയുന്നു, ഫഖദ് ഒഫർതു ലക, നിനക്ക് ഞാൻ ദോഷങ്ങളൊക്കെ പുറത്തു തന്നു. നീ ഈ കർമ്മം നിർവഹിച്ചത് കൊണ്ട്, വിശുദ്ധ ഗേഹം നിർമ്മിച്ചത് കൊണ്ട് നിനക്ക് ഞാൻ പുറത്തിരിക്കുന്നു, നിന്റെ തെറ്റുകളെല്ലാം പുറത്തിരിക്കുന്നു. മാത്രമല്ല അമ്മ ദുർരിയത്തുക, നിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ആളുകളുണ്ടല്ലോ, ആദം സന്തതികൾ എന്ന് പറയുന്ന നാം അടക്കമുള്ള മുഴുവൻ ജനവിഭാഗങ്ങളും, അള്ളാഹു പറയുന്നു ഫമൻ ജാഅ മിൻഹും ഹാദൽ ബൈത്ത്, നിന്റെ സന്തതി പരമ്പരകളിൽപ്പെട്ട ആരെങ്കിലും ഈ ഭവനത്തിങ്കൽ വന്നിട്ട് ഫബാഅ ബിദംബിഹി, അവന്റെ ദോഷത്തിൽ നിന്ന് അവൻ ഖേദിച്ച് എന്നോട് പ്രാർത്ഥിച്ചാൽ, അവൻ പ്രായച്ചിത്തം ചെയ്താൽ, അവന്റെ തെറ്റവൻ ഇവിടെ വന്ന് ഏറ്റു പറഞ്ഞാൽ, ഓഫർതു ലഹു, ഞാൻ അവന് പുറത്തു കൊടുക്കും. മനുഷ്യരല്ലേ നമ്മൾ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തെറ്റുകൾ വരും. നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടലല്ലേ നമ്മുടെ ആഗ്രഹം? നരകാഗ്നിയിൽ ചാടാൻ ഒരു മനുഷ്യനും ആഗ്രഹിക്കില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ നരകാഗ്നിയിലേക്ക് മനുഷ്യൻ ആപതിക്കാതിരിക്കുന്നതിന് വേണ്ടി അവൻ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിർവഹിക്കുന്ന മഹിതമായ ഒരു കർമ്മമാണ് ഹജ്ജ്. അപ്പൊ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? നമ്മൾ വിശുദ്ധമായ ഗേഹത്തിലേക്ക് പോകുന്നത് നമ്മൾ സ്വയം അങ്ങ് എഴുന്നള്ളുകയല്ല, മറിച്ചോ അള്ളാഹു പ്രവാചകന്മാരെ കൊണ്ട് ആ ഭവനം പുനരുദ്ധരിപ്പിച്ച് നമ്മളെ ആരാധനയ്ക്ക് വേണ്ടി വിളിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ വിളി കേട്ട് പോകുന്നവരാണ്, ക്ഷണിച്ചിട്ട് പോകുന്നവരാണ്, വെറുതെ ഹാജരാകുന്നവരല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നു, ഇന്നലഹും അലയ്യ അൻ ഉആഫിയഹും ഫി ദുനിയ, ഈ ലോക ജീവിതത്തിൽ അവർക്ക് ഞാൻ ആഫിയത്ത് കൊടുക്കും, ആരോഗ്യം നിലനിർത്തി കൊടുക്കും. ആഫിയത്തിന്റെ മൊത്തമർത്ഥം സുഖകരമായ ഒരു സംവിധാനം അവർക്ക് ഈ ലോകത്തുണ്ടാവും. ഭൗതികമായ എല്ലാ സൗഖ്യങ്ങളും അവർക്ക് ഞാൻ കൊടുക്കും. പോരാ, വഅഗ്ഫിറ ലഹും ഇദാ ലഖീതുഹും, ഞാൻ അവരെ കണ്ടുമുട്ടുന്ന ഒരു ദിവസം വരാനുണ്ടല്ലോ, നാളെ പരലോകത്ത് വെച്ച്, അപ്പോൾ ഞാൻ അവർക്കെല്ലാം പുറത്തു കൊടുക്കും. അപ്പോൾ ഒരു ഹജ്ജ് കൊണ്ട് നമുക്ക് കിട്ടുന്ന എന്താണ്? ദുനിയാവും ആഖിറവും. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന, രണ്ടും ഒരുപോലെ. ഈ ലോകത്ത് വെച്ച് അവർക്ക് ഞാൻ ആഫിയത്ത് കൊടുക്കും, പരലോകത്ത് ഞാൻ അവർക്ക് പാപമോചനവും കൊടുക്കുമെന്ന് അള്ളാഹു പറയുന്നു. ഇത് നമ്മളെ പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ച ഈ മഹിതമായ സന്ദേശം പോരെ നമുക്ക് ഹജ്ജ് വളരെയധികം അനുഭൂതിയുള്ള ഒരു കർമ്മമാകാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അള്ളാഹു നമ്മുടെ തെറ്റുകൾ പുറത്തു തരികയും ദുനിയാവിൽ സുഖജീവിതം നയിക്കാൻ നമുക്ക് അവസരം നൽകുകയും ചെയ്യുമാറാവട്ടെ. ജീവിതകാലത്ത് മനുഷ്യരെന്ന രീതിയിൽ ഒരുപാട് തെറ്റുകൾ നമ്മിൽ സംഭവിക്കും. മനുഷ്യൻ ബലഹീനനാണ്, ദുർബലനാണ്. ഈ തെറ്റുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പ് ചെയ്യുമ്പോൾ മാത്രമാണ് നാം സ്വർഗാവകാശിയാകുന്നത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ഈ ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ട് വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന്റെ പ്രത്യേകത ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത് ഫമൻ ഫറദ ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. റഫസ്, ഫുസൂഖ്, ജിദാൽ, അശ്ലീലം, അധിക്ഷേപം, അതുപോലെ തന്നെ തർക്കങ്ങൾ, ഇതൊന്നുമില്ലാത്ത ഹജ്ജ്, അതാണ് ശരിയായ ഹജ്ജ്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു, മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ മിൻ ദുനൂബിഹി കയൗമ വലദതുഹു ഉമ്മുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഹജ്ജ, ഒരാൾ ഹജ്ജ് ചെയ്തു, ഫലം യർഫുസ് വലം യഫ്സുഖ്, അധിക്ഷേപമോ അശ്ലീലമോ ഇല്ലാതെ, അധിക്ഷേപമില്ല, അശ്ലീലമില്ല, വൃത്തികെട്ട ഒരു പ്രവർത്തനങ്ങളും അവൻ ചെയ്തില്ല. റജഅ മിൻ ദുനൂബിഹി, അവന്റെ ദോഷത്തിൽ നിന്ന് മടങ്ങിക്കയോമി വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിനം പോലെ അവൻ പവിത്രതയിലെത്തി. കുഞ്ഞ് പ്രസവിക്കപ്പെടുന്ന സമയത്ത് യാതൊരു തെറ്റും ചെയ്യാത്ത ശുദ്ധ ഹൃദയനാണ് എന്നതുപോലെ ഏത് തമ്മാടിയും ഹജ്ജ് കർമ്മം മഖ്ബൂലും മബ്റൂറുമായ രീതിയിൽ നിർവഹിച്ചാൽ അവൻ ഇന്നു പിറന്ന കുഞ്ഞിനെ പോലെ പരിശുദ്ധനാകുന്നു. മനുഷ്യനെ അത്രയും പരിശുദ്ധനാക്കുന്ന മറ്റൊരു കർമ്മമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഹജ്ജിന്റെ സവിശേഷതയും പ്രത്യേകതയും എത്രയാണ്? ആ 4 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഈ 6 ദിവസം കൊണ്ട് പൂർവ്വകാലത്ത് ചെയ്ത തെറ്റുകളൊക്കെ പൊറുക്കപ്പെടുമെങ്കിൽ അല്പം ത്യാഗം ഇതിന് സഹിക്കേണ്ടി വരും. വളരെ പെട്ടെന്ന് ക്ഷിപ്രസാധ്യമായൊരു കാര്യമല്ല ഇത്. ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഈ ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ മനുഷ്യൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ അവന് അള്ളാഹു പുറത്തു കൊടുക്കൂ. എപ്പോഴാണ് ഹജ്ജ് മഖ്ബൂലാകുന്നത്? എപ്പോഴാണ് ഹജ്ജ് മബ്റൂറാകുന്നത്? അധിക്ഷേപവും അശ്ലീലവും ഇല്ലാതിരിക്കുമ്പോൾ. ഫലം യർഫുസ് വലം യഫ്സുഖ്, ഒരു അധിക്ഷേപവും ഉണ്ടാകാൻ പാടില്ല, അശ്ലീലവും ഉണ്ടാകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ ഇതുപോലെ പഠിച്ച് കൃത്യമായി വായിച്ച് മനസ്സിലാക്കി വിശുദ്ധ കഅബാലയത്തിൽ ചെന്ന് കർമ്മം നിർവഹിക്കാൻ ആർക്കാണ് കഴിയാത്തത്?
പക്ഷെ എവിടെയാണ് അപകടം സംഭവിക്കുന്നത്? അപകടം സംഭവിക്കുന്നത് മനസ്സിലാക്കണം. അപകടം സംഭവിക്കുന്നത് മനസ്സ് പലപ്പോഴും പതറും. ഒരു ചെറിയ അസൗകര്യം വരുമ്പോഴേക്കും നമുക്കിത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. ഒരു നേരത്തെ ഭക്ഷണം മുടങ്ങിയാൽ, ഒരു സമയത്ത് ഉറക്ക് മുടങ്ങിയാൽ, ബാത്റൂമിൽ പോകുന്നതിന്റെ അസൗകര്യം നേരിട്ടാൽ നമ്മൾ ഇതൊന്നും വേണ്ടിയിരുന്നില്ല, വീട്ടിലിരുന്നാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കും. ആ ചിന്ത നമ്മുടെ ഹജ്ജിനെ ബാത്തിലാക്കും. അല്ലാതെ കർമ്മങ്ങൾ ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ആരോഗ്യമില്ലാത്തത് കൊണ്ടോ അല്ല പലർക്കും ഈ ഹജ്ജിന്റെ ഫലം നഷ്ടപ്പെടുന്നത്. മറിച്ച് മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോകുന്നതുകൊണ്ടാണ്. അവന്റെ മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോകുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഒരുപക്ഷെ നമ്മളവിടെ കണ്ടുവെന്ന് വരും. ചെറുക്ക് കച്ചവട താല്പര്യം ഉണ്ടാവും. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ മുക്തമായി ഒരു ശുദ്ധ ഹൃദയം, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു ഹൃദയം, അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. എങ്കിൽ ഈ 6 ദിവസത്തെ പ്രവർത്തനം കൊണ്ട് അല്ലെങ്കിൽ 4 ദിവസത്തെ പ്രവർത്തനം കൊണ്ട്, കഅബയിൽ ചെന്നുള്ള ഒരു പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ പടച്ചെടുപ്പ് പൂർക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇത് വളരെ പുണ്യപ്പെട്ട ഒരു പ്രവർത്തനമാണ്. ആ പുണ്യപ്പെട്ട പ്രവർത്തനത്തിനാണ് നമ്മൾ ഒരുങ്ങുന്നത്. ഇനി നമുക്ക് അതിന്റെ പ്രായോഗികമായ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, ആർക്കാണ് ഹജ്ജ് നിർബന്ധമാകുന്നത്? ആർക്കാണ് ഹജ്ജ് നിർബന്ധമാവുക? എപ്പോഴാണ് ഹജ്ജ് നിർബന്ധമാവുക? അവിടെ നിന്നാണ് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത്. വളരെ നന്നായി ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് ഇൽമ പകർന്നു തരുമാറാകട്ടെ. ഇത് ഉപകാരപ്രദമായ ഇൽമാക്കി പടച്ചറബ് മാറ്റി തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത് മനിസ്തതഅ ഇലൈഹി സബീലാ. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മുടെ മേൽ ഉള്ള ഒരു പ്രവർത്തനമാണ്, അഥവാ നമ്മൾ അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ് വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത്. ജനങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കേണ്ട ബാധ്യതയാണ് കഅബത്തിങ്കൽ ചെന്നുകൊണ്ട് ഹജ്ജ് ചെയ്യുക എന്ന കർമ്മം. അത് നമ്മൾ നിർവഹിച്ചേ പറ്റൂ. ആർക്ക്? മനിസ്തതഅ ഇലൈഹി സബീല. ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ സബീലൻ, വഴിയാൽ കഴിവുള്ളവൻ. അവിടെ സബീലൻ എന്ന വാക്കിനെ മനിസ്തതഅ ഇലൈഹി സബീല, ഈ സബീൽ എന്ന പദത്തിന് പണ്ടുകാലത്ത് നമ്മൾ വ്യാഖ്യാനം പഠിച്ചത് സാമ്പത്തികമായി, ശാരീരികമായി, യാത്രാ സംബന്ധമായി സൗകര്യമുണ്ടെങ്കിൽ എന്നാണ്. ഇസ്തിത്വാഅത്താണത്. ഇസ്തിത്വാഅത്ത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് നാം ഓരോന്നും പ്രത്യേകമായി മനസ്സിലാക്കണം. ആർക്കാണ് ഹജ്ജ് നിർബന്ധം? മനിസ്തതഅ ഇലൈഹി സബീല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഹജ്ജ് നിർബന്ധമാകാൻ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇസ്ലാം, അഖ്ല്, ബുലൂഗ്, ഹുർരിയത്ത്, ഇസ്തിത്വാഅത്ത്. എന്ന് പറഞ്ഞാൽ ഇസ്ലാം, മുസ്ലിം ആയിരിക്കണം. അതുപോലെ തന്നെ അഖ്ല്, ബുദ്ധി വേണം. ഭ്രാന്തന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെടുകയില്ല. ഭ്രാന്തന്റെ ഹുക്മ് വേറെയാണ്. അതുപോലെ ബുലൂഗ്, പ്രായപൂർത്തിയാകണം. പ്രായപൂർത്തിയായവനെ ഹജ്ജ് നിർബന്ധമുള്ളൂ, കുട്ടിക്ക് ഹജ്ജ് നിർബന്ധമില്ല. ഹുർരിയത്ത്, സ്വതന്ത്രനായിരിക്കണം, അടിമക്കല്ല. ഇസ്തിത്വാഅത്ത്, കഴിവ്. ഈ 5 ഘടകങ്ങൾ ഒത്തിണങ്ങിയാൽ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മുസ്ലിമായ, ബുദ്ധിയുള്ള, പ്രായപൂർത്തിയുള്ള, സ്വതന്ത്രനായ, കഴിവുള്ള എല്ലാ മുസ്ലിമിനും ഹജ്ജ് നിർബന്ധമാണ്. ഏത് സ്വതന്ത്ര മുസ്ലിമിനും പ്രായപൂർത്തിയും ബുദ്ധിയും കഴിവുണ്ടെങ്കിൽ ഹജ്ജ് നിർബന്ധമാണ്. ഇതാണ് ഹജ്ജിന്റെ മാനദണ്ഡം. അങ്ങനെ വരുമ്പോൾ ഇതിൽ നമ്മൾ പ്രായപൂർത്തി വിശദീകരിക്കേണ്ടതില്ല, സ്വതന്ത്രൻ എന്നത് വിശദീകരിക്കേണ്ടതില്ല, അതുപോലെ തന്നെ ബുദ്ധി വിശദീകരിക്കേണ്ടതില്ല, മുസ്ലിം ആയിരിക്കണം വിശദീകരിക്കേണ്ടതില്ല. ഇതൊക്കെ നമുക്കറിയുന്നതാണ്. ഇസ്തിത്വാഅത്ത് അഥവാ കഴിവ്, അതാണ് നമ്മൾ വിശദീകരിക്കേണ്ടത്. എത്രത്തോളം കഴിവ് വേണം? കഴിവെന്ന് പറഞ്ഞാൽ അതിന്റെ മാനദണ്ഡം റാഹിലത്ത്, സാദ്, അംനു ത്വരീഖ്, സിഹത്തുൽ ബദൻ, ഇംകാനു സൈർ, 5 ഘടകങ്ങളാണ്. റാഹിലത്ത് പറഞ്ഞാൽ വാഹന സൗകര്യം വേണം. സാദ് എന്ന് പറഞ്ഞാൽ ഈ യാത്രയിലും അതുപോലെ അവിടെ ചെന്നിട്ടും കഴിക്കാനുള്ള ഭക്ഷണ സൗകര്യം വേണം, അതിനുള്ള പണം വേണം. അതുപോലെ അംനു ത്വരീഖ്, സുരക്ഷിതത്വമായ വഴി, അവൻ പോകുന്നത് കൊണ്ട് അവന് ആക്രമണം നേരിടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ സിഹത്തുൽ ബദൻ, ശാരീരികാരോഗ്യം. അതുപോലെ ഇംകാനു സൈർ, യാത്രക്കുള്ള അനുമതി, യാത്രാനുമതിയും അതിനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ വേണം. ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശാരീരിക, സാമ്പത്തിക, യാത്രാ സൗകര്യം എന്ന് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. ശാരീരിക, സാമ്പത്തിക, യാത്രാ സൗകര്യം. ശരീരത്തിന് ആരോഗ്യം വേണം, സമ്പത്ത് വേണം, യാത്രക്ക് അനുമതി ഗവൺമെന്റ് തരികയോ അതല്ലെങ്കിൽ അതിന്റെ നിയമപ്രകാരം അന്യരാജ്യത്തേക്ക് പോകാനുള്ള നടപടിക്രമം പൂർത്തീകരിക്കുകയോ വേണം. ഇത് 3 ഉണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ നാം ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ സാമ്പത്തിക സൗകര്യമാണ് വ്യാഖ്യാനിക്കേണ്ടത്. എത്രത്തോളം സാമ്പത്തിക സൗകര്യം വേണം? ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വലിയ സാമ്പത്തിക ആസ്തി ഉണ്ടെങ്കിൽ മാത്രമേ, വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഹജ്ജ് ചെയ്യേണ്ടതുള്ളൂ എന്നൊരു ധാരണയാണ്. ആ ധാരണ നമ്മൾ തിരുത്തണം. നിങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കണം. ശ്രദ്ധിക്കുന്നുണ്ടോ? മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് താമസിക്കാൻ ഒരു വീട്, അതോടൊപ്പം തന്നെ നമ്മൾ ചെലവിന് കൊടുക്കൽ നിർബന്ധമുള്ള നമ്മുടെ വീട്ടിലെ ഭാര്യ, മക്കൾ, ഉമ്മ, ഉപ്പ പോലെയുള്ള ആളുകൾക്ക് നമ്മൾ പോയി വരുന്നത് വരെ ചെലവിന് കൊടുക്കാനുള്ള വക, കാലാകാലവും ചെലവിന് കൊടുക്കാനുള്ള വകയല്ല, നമ്മൾ പോയി തിരിച്ചു വരുന്നത് വരെ ചെലവിന് കൊടുക്കാനുള്ള വക. അതോടൊപ്പം തന്നെ കടമുണ്ടെങ്കിൽ അത് വീട്ടാനുള്ള മാർഗം, നമ്മുടെ യാത്രക്കുള്ള ചെലവ്, ആ യാത്ര പോയി തിരിച്ചു വരുന്നത് വരെ നമുക്ക് ഭക്ഷണം കഴിക്കാനും നമുക്ക്
ആ യാത്രയിൽ നിർവഹിക്കേണ്ട കർമ്മങ്ങൾ നിർവഹിക്കാനുമുള്ള പണം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. ഭൂമിയുടെ ഉടമസ്ഥൻ, അവന് ഭൂമിയുണ്ട്, ആ ഭൂമി വിറ്റ് ഹജ്ജ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഹജ്ജ് ചെയ്യണം. ഒരു മകളെ വിവാഹം കഴിക്കാനുണ്ട് എന്നതുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ ഒരു പെൺകുട്ടിയെ വിവാഹിതയാക്കുന്നതിന് വേണ്ടി പണച്ചെലവ് അല്ലെങ്കിൽ സ്ത്രീധനം കൊടുക്കൽ അത്യാവശ്യ കാര്യമല്ലാത്തത് കൊണ്ട് അതിനുവേണ്ടി അവൻ പണം കരുതി വെച്ച് ഹജ്ജിന് പോകാതിരിക്കരുത്. അതൊരു തടസ്സമല്ല, അവൻ ഹജ്ജ് നിർവഹിച്ചേ പറ്റൂ. അതുകൊണ്ട് സാമ്പത്തികം എന്ന് പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണം. ഒരു വീടും കടമുണ്ടെങ്കിൽ വീട്ടാനുള്ള വകയും നമ്മൾ ചെലവിന് കൊടുക്കേണ്ടവർക്ക് ചെലവിന് കൊടുക്കാനുള്ള വകയും പോയി വരാനുള്ള യാത്രാ ചെലവും ഒക്കെ ഉണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യൽ നിർബന്ധമായി. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇന്ന് ഹജ്ജ് നിർബന്ധമായ ഒരു കർമ്മമായി മാറും. അത് ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഞാൻ ഉണർത്തുന്നു. സ്ത്രീകൾക്കാണെങ്കിൽ ഇതിന്റെ പുറമെ ശാരീരിക ആരോഗ്യത്തിന് പുറമെ സാമ്പത്തിക സൗകര്യത്തിന് പുറമെ നിർബന്ധ ഹജ്ജാണെങ്കിൽ അവളുടെ കൂടെ ഒന്നുകിൽ അവളെ സംബന്ധിച്ചിടത്തോളം ഏത് ഹജ്ജിന് അവൾ പോവുകയാണെങ്കിലും അവൾക്ക് തൊട്ടാൽ ഉളൂ മുറിയാത്ത മഹ്റമീങ്ങളായ ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടാവണം, നിബന്ധനയാണ്. അതില്ലെങ്കിൽ നിർബന്ധ ഹജ്ജാണെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം വിശ്വസ്തകളായ ഒരു ഗ്രൂപ്പ് സ്ത്രീകളുടെ കൂടെ അവൾക്ക് പോകാവുന്നതാണ്. വിശ്വാസം കൊള്ളാവുന്ന സ്ത്രീകളുടെ കൂടെ അവൾക്ക് യാത്ര ചെയ്യാം ഹജ്ജിന് വേണ്ടി, നിർബന്ധമായ ഹജ്ജിന്റെ കാര്യത്തിൽ. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ധനമുണ്ട് പക്ഷെ ആരോഗ്യമില്ല, എന്നാൽ അയാൾ പകരം മറ്റൊരാളെ തനിക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ വിനിയോഗിക്കണം. അയാൾക്ക് പണം കൊടുത്ത് തനിക്ക് വേണ്ടി ഹജ്ജ് ചെയ്യിക്കണം. അങ്ങനെ ഹജ്ജ് ഏറ്റെടുക്കുന്നയാൾ ശ്രദ്ധിക്കേണ്ടത്, ഏൽപ്പിക്കുന്നവനും ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രതിനിധിയായി ഹജ്ജ് ചെയ്യാൻ പോകുന്നയാൾ അയാളുടെ നിർബന്ധമായ ഹജ്ജും ഉംറയും നിർവഹിച്ചവനായിരിക്കണം. എൻ്റെ നിർബന്ധമായ ഹജ്ജും ഉംറയും ജീവിതത്തിൽ ഒരിക്കൽ നിർവഹിച്ചിട്ടുണ്ടെങ്കിലേ എനിക്ക് മറ്റൊരാൾക്ക് പകരമായി ഹജ്ജ് ചെയ്യാൻ പറ്റൂ. എൻ്റെ ഹജ്ജും ഉംറയും നിർവഹിക്കാതെ ഞാൻ ഒരാൾക്ക് വേണ്ടി പകരം ഹജ്ജ് ചെയ്യാൻ പോകാൻ യോഗ്യനല്ല. ഹജ്ജിന് ഒരാൾക്ക് നിർബന്ധമായി, അഥവാ സാമ്പത്തിക സൗകര്യമുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാമുണ്ട്, എന്നിട്ട് അയാൾ മരണപ്പെട്ടു പോയി. അയാൾ മരണപ്പെട്ടു പോയാൽ അയാളുടെ അനന്തരാവകാശികൾ സ്വത്ത് വീതം വെക്കുമ്പോൾ ഈ മരിച്ചുപോയ വ്യക്തിക്ക് ഹജ്ജ് നിർബന്ധമായതുകൊണ്ട് അയാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാനുള്ള പണം മാറ്റിവെച്ച ശേഷം ബാക്കി മക്കൾ വീതിച്ചെടുക്കുകയും അല്ലെങ്കിൽ അനന്തരാവകാശികൾ വീതിച്ചെടുക്കുകയും ഈ മാറ്റിവെച്ച പണം കൊണ്ട് അനന്തരാവകാശിൽപ്പെട്ടയാളോ അതല്ലെങ്കിൽ വേറെ ഒരാളോ ഹജ്ജ് നിർവഹിച്ച ഒരാൾ ഇയാൾക്ക് വേണ്ടി ഈ പണം ഉപയോഗിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യണം. ഇനി ഒരു സ്ത്രീ കൊണ്ടുപോകാൻ ആളില്ല, അവളെ സംബന്ധിച്ചിടത്തോളം അവരെ കൊണ്ടുപോകാൻ ആളുമില്ല, ഹജ്ജ് നിർബന്ധമാണ്, അവൾ മരണപ്പെട്ടു പോയി, അവളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് ബാധ്യതയല്ല. ഒരാൾ മരണപ്പെട്ടു, ആ മരണപ്പെട്ട വ്യക്തിക്ക് സ്വത്തില്ല, എന്നാൽ അയാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യേണ്ടതുമില്ല. ഇനി ഇവിടെ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മരണപ്പെട്ട മനുഷ്യന് വേണ്ടി നമ്മൾ ഹജ്ജ് ചെയ്യുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ധനം ശേഷിപ്പുണ്ടെങ്കിൽ മാത്രമാണ് അയാൾക്ക് വേണ്ടി നമ്മൾ ഹജ്ജ് ചെയ്യേണ്ടത് എന്ന് സൂചിപ്പിച്ചു. അതേസമയം ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് നമ്മൾ ഹജ്ജ് ചെയ്യുന്നത് എങ്കിൽ ഈ ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുമ്പോൾ, പകരം ഹജ്ജ് ചെയ്യുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, അയാൾക്ക് വിശുദ്ധ മക്കയിൽ ചെന്ന് ഈ കർമ്മം നിർവഹിക്കാൻ കഴിയാത്ത വിധമുള്ള അനാരോഗ്യം ഉണ്ടായിരിക്കണം. അയാൾക്ക് ഒരുവിധം യാത്ര ചെയ്യാൻ കഴിയും, പണമുണ്ട്, പക്ഷെ അയാൾ പോകാൻ ഭയപ്പെട്ടുകൊണ്ട് വേറൊരാൾ ഏൽപ്പിച്ചു, അത് ശരിയല്ല. അയാൾക്ക് പോകാൻ ആരോഗ്യപരമായി കഴിവുണ്ടെങ്കിൽ അയാൾ തന്നെ ചെയ്യണം. രണ്ട്, അയാളുടെ പകരക്കാരൻ ഹജ്ജ് ചെയ്യുന്ന പക്ഷം അയാൾക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അയാളുടെ സമ്മതത്തോടു കൂടിയായിരിക്കണം ഹജ്ജ് ചെയ്യുന്നത്. അയാളുടെ സമ്മതമില്ലാതെ ഹജ്ജ് ചെയ്താൽ മതിയാവില്ല. അങ്ങനെ വരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, അമ്മൽ മഅ്ദൂബ് ഫലാ യസിഹു അൻഹുൽ ഹജ്ജു ബിഗൈരി ഇദ്നിഹി എന്നാണ് ഇമാം നവവി തങ്ങൾ ഈദാഹിൽ പറഞ്ഞത്. അമ്മൽ മഅ്ദൂബ്, സ്വന്തമായി ഹജ്ജ് നിർവഹിക്കാൻ ശാരീരികമായി കഴിവില്ലാത്തൊരു മനുഷ്യൻ, ഫലാ യസിഹു അൻഹുൽ ഹജ്ജു ബിഗൈരി ഇദ്നിഹി, അയാൾക്ക് പകരമായി അയാളുടെ സമ്മതമില്ലാതെ ഒരാൾ ഹജ്ജ് ചെയ്താൽ അത് ശരിയാവില്ല. അയാളുടെ സമ്മതം ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ അയാളുടെ സമ്മതം വാങ്ങിയതിന് ശേഷമായിരിക്കണം നാം ഹജ്ജിന് അയാൾക്ക് വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ ഒരാളെ ചുമതലപ്പെടുത്തുന്നത്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാള് തനിക്ക് ആരോഗ്യമില്ലാത്തത് കൊണ്ട് വേറെ ഒരാളെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിച്ചു. വലു ഇസ്തനാബൽ മഅ്ദൂബു മൻ യഹജ്ജു അൻഹു ഫഹജ്ജ അൻഹു, കഴിവില്ലാത്ത, ശാരീരിക കഴിവില്ലാത്ത ഒരാൾ സമ്പത്തുള്ളത് കൊണ്ട് വേറൊരാൾക്ക് പണം കൊടുത്ത് അയാളെ കൊണ്ട് ഹജ്ജ് ചെയ്യിച്ചു, അയാൾ ചെയ്യുകയും ചെയ്തു. തുമ്മ സാലൽ അളുബ്, പിന്നെ ഇയാളുടെ അളുബ്ദ് മാറി, ഇയാളെ സംബന്ധിച്ചിടത്തോളമുള്ള അയാളുടെ ഈ അനാരോഗ്യം നീങ്ങി, അയാൾക്ക് ആരോഗ്യം തിരിച്ചു കിട്ടി, അയാൾക്ക് ഷിഫ ആയി, രോഗമൊക്കെ ഷിഫയായി. എന്നാൽ ലം യുജ്സിഹി അലൽ അസഹി, ഇയാൾക്ക് വേണ്ടി മറ്റേയാൾ ചെയ്തത് മതിയാവില്ല ശരിയായ അഭിപ്രായ പ്രകാരം. കാരണം ഇയാൾക്ക് ആരോഗ്യം തിരിച്ചു കിട്ടിയല്ലോ, തിരിച്ചു കിട്ടിയതുകൊണ്ട് ഇയാൾ തന്നെ പോകണം. ബൽ അലൈഹി അൻ യഹുജ്ജ, അയാൾ തന്നെ ഹജ്ജ് ചെയ്യണം എന്നാണ് പ്രബലാഭിപ്രായം. എന്നാൽ നമ്മുടെ മദ്ഹബിലെ മറ്റൊരഭിപ്രായ പ്രകാരം അയാൾ നിർബന്ധ സമയത്ത് ഹജ്ജ് ചെയ്യിപ്പിച്ചത് കൊണ്ട് അത് മതി എന്നും നമ്മുടെ ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആരോഗ്യം തിരിച്ചു കിട്ടിയ സമയത്ത് അയാൾക്ക്
സാമ്പത്തിക ശേഷി നിലനിൽപ്പുണ്ടെങ്കിൽ, അയാൾക്ക് സാമ്പത്തിക ശേഷി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് തന്നെ പോയി ഹജ്ജ് ചെയ്യണമെന്നാണ് പ്രബലമായ അഭിപ്രായമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് സാമ്പത്തികമായി കഴിവുണ്ടെങ്കിലും യാത്ര ചെയ്യാൻ ഭയപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ശാരീരിക ആരോഗ്യമില്ലാത്തത് കൊണ്ടോ ഒക്കെ ഹജ്ജ് ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന ആളുകളെ ബോധവൽക്കരിക്കുവാൻ കൂടി ഈ ക്ലാസ് ഉപയോഗപ്പെടുത്തണം എന്നാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട ഹാജിമാരോടും ഹജ്ജമ്മമാരോടും എനിക്ക് അപേക്ഷിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നിർബന്ധമാക്കിയ ഈ കർമ്മത്തിൽ നമുക്കുള്ള ആശങ്ക, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ആശങ്ക, പണമുണ്ട്, ആരോഗ്യമുണ്ട്, എന്നാൽ നമുക്ക് ആശങ്ക എന്താ ഉണ്ടാവാറുള്ളത്? ഒന്ന്, നമ്മുടെ ശാരീരിക നാശം. 25-30 ലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ മഹാസംഗമത്തിലേക്ക് ഞാൻ ചെന്ന് ആരോഗ്യത്തോടു കൂടി എനിക്കത് നിർവഹിച്ച് പോരാൻ കഴിയുമോ? ഭാഷ എനിക്കറിയില്ലല്ലോ, ഞാൻ വിദേശയാത്ര നടത്തിയിട്ടില്ലല്ലോ, ഇത്രയും ആളുകൾക്കിടയിൽ ഞാൻ ഒരിക്കലും പെരുമാറിയിട്ടില്ലല്ലോ. ഇതൊരു ആശങ്കയാണ്. അതുകൊണ്ട് ചിലർക്ക് പോകാൻ ഒരു ശാരീരിക നാശത്തെക്കുറിച്ചുള്ളൊരു ഭയം. മറ്റൊരു വിഭാഗത്തിനോ അവനെ സംബന്ധിച്ചിടത്തോളം അറിവില്ലായ്മ അവനെ പുറകോട്ട് വലിക്കുന്നു. വേറൊരു വിഭാഗത്തിനോ സാമ്പത്തിക നാശം. 1 ലക്ഷത്തിലധികം രൂപ ഞാൻ ചെലവഴിക്കുന്നു, ഇത്ര വലിയൊരു തുക ചെലവാക്കിയാൽ ഞാൻ പിന്നെ ഭാവിയിൽ പട്ടിണി കിടക്കേണ്ടി വരുമോ? അത് ഞാൻ സൂക്ഷിച്ചു വെക്കുന്നതല്ലേ നല്ലത്? എന്നിത്യാദി ചിന്തകൾ. ഈ ചിന്തകൾ പാടേ മനസ്സിൽ നിന്ന് നിരാകരിക്കുന്നതിന് വേണ്ടി, നീക്കുന്നതിന് വേണ്ടി വളരെ സശ്രദ്ധ നിങ്ങൾ ഈ കാര്യം, സസൂക്ഷ്മം നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കണം. ഞാൻ വളരെയധികം ഗൗരവത്തോടു കൂടി പറയുന്നു. ഒട്ടുമിക്ക ആളുകളുടെയും മനസ്സിലുള്ള ഏറ്റവും വലിയ ആശങ്ക അറിവില്ലായ്മ. ഒരു പുസ്തകം തുറന്നു നോക്കിയാൽ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഒരുപാട് ചൊല്ലണം, ഒരുപാട് കാര്യങ്ങൾ അതിൽ ദുആകളായി കാണിച്ചിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട ഹാജിമാരെ നോക്കൂ, ഹജ്ജിന്റെ കർമ്മങ്ങളിൽ നമ്മൾ നിർബന്ധമായി ചൊല്ലേണ്ട ഒരു കാര്യവുമില്ല. ഹജ്ജ് ചെയ്യലാണ്, ചൊല്ലലല്ല. ഒന്നും ചൊല്ലിയില്ലെങ്കിൽ പോലും നിയ്യത്ത് പോലും മനസ്സിലാണ്. അത്തലഫ്ദു ബിൽ മൻവി, നിയ്യത്ത് ഉച്ചരിക്കൽ സുന്നത്തേ ഉള്ളൂ, മനസ്സിൽ കരുതിയാൽ മതി. നിങ്ങൾ നാക്കുകൊണ്ടൊരു അക്ഷരം ഉച്ചരിച്ചില്ലെങ്കിലും ശരി, സാധാരണ നിസ്കാരത്തിലെ ഫാത്തിഹയും സൂറത്തും ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ, അത് ഹജ്ജിന് പോയില്ലെങ്കിലും ചെയ്യേണ്ട കാര്യമാണല്ലോ. ഹജ്ജ് എന്ന കർമ്മത്തിൽ നിങ്ങൾ ചൊല്ലൽ നിർബന്ധമുള്ള ഒന്നുമില്ല. ഇത് പറയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ആശങ്ക പകുതി കുറയും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, സമ്പത്ത് നശിക്കുന്നു, ധനം നശിക്കുന്നു. ധനത്തിന്റെ കാര്യം നമുക്കറിയാം. ഒരാൾ എത്ര കുന്നുകൂട്ടി വെച്ചാലും ശരി, കാലാകാലവും അതുകൊണ്ട് അയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു ബൈപ്പാസ് സർജറി വന്നാൽ 1.5 ലക്ഷമോ 2 ലക്ഷമോ ചെലവാകും. നമുക്ക് എന്തെങ്കിലും ഒരു കിഡ്നി സംബന്ധമായ രോഗമോ ഒരു ക്യാൻസറോ വന്നാൽ പിന്നെ എന്തിനാ നമ്മുടെ പണം സ്വരൂപിച്ചു വെച്ചത് കൊണ്ട് കാലാകാലവും അതുകൊണ്ട് ജീവിക്കാൻ കഴിയുമെന്നത് മൗഢ്യമായ ധാരണയാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഹജ്ജിന് വേണ്ടി ഇറങ്ങി എന്നതുകൊണ്ട് ഒരു മനുഷ്യൻ ഒരിക്കലും അപകടപ്പെടില്ല. സാധാരണഗതിയിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ദിവസം നമ്മുടെ ശരീരം കെട്ടിപ്പൊതിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി നാം കവറിൽ വെക്കും. ശരീരം വീട്ടിൽ നിന്ന് കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടിറങ്ങുന്ന സമയത്ത് ആര് പിടിച്ചു വെച്ചാലും നിൽക്കില്ല. ഭാര്യയോ മക്കളോ ബന്ധുക്കളോ നമുക്ക് വേണ്ടപ്പെട്ടവരോ ആരാകട്ടെ, 6 കാലുള്ള കട്ടിലിൽ നിങ്ങളെ മയ്യത്ത് പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ഒരുത്തനും വാവിട്ട് കരഞ്ഞത് കൊണ്ട് മയ്യത്ത് അവിടെ ഇറക്കി വെക്കൂല. വാപ്പാനെയും ഉമ്മാനെയും തിരിച്ചു കിട്ടൂല. ഇന്നലെ വരെ വാപ്പാന്ന് വിളിച്ചിരുന്ന ആളെ തിരിച്ച് മറുപടി പറയില്ല. മയ്യത്താണത്, വാപ്പയല്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഒരു ദിവസം നമ്മൾ ഇതുപോലെ കെട്ടിപ്പൊതിഞ്ഞ് ഇറക്കപ്പെടും. ഇന്ന് നമ്മൾ ഇറങ്ങുന്നതോ, നിങ്ങൾ ചിന്തിക്കണം, ഇന്ന് നമ്മൾ ഇറങ്ങുന്നതോ ഈ ഇറക്കം വിശുദ്ധ ഹജ്ജനാണ്. ഈ ഇറക്കം നമ്മൾ ഇറങ്ങുമ്പോൾ എന്തിനാ കരയുന്നത്? ഏതായാലും ഒരു ദിവസം നമ്മൾ ഇറങ്ങുമല്ലോ. ഈ ഇറക്കത്തിൽ നമുക്ക് 2 ഗുണങ്ങളുണ്ട്. മരണപ്പെട്ടാലും ശരി, അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു വന്നാലും ശരി, രണ്ടും നമുക്ക് ഗുണമായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറയുന്ന വാചകം നോക്കൂ, വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഇന്ന ഹാദൽ ബൈത ദിആമത്തും മിൻ ദആഇമിൽ ഇസ്ലാം ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫഹുവ ളാമിനുൻ അലല്ലാഹ്. ആരെങ്കിലും ഹജ്ജിനോ ഉംറക്കോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ അതിപ്രധാനമായ സ്തംഭമാകുന്ന ഹജ്ജുണ്ടല്ലോ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനമുണ്ടല്ലോ, ആ ഭവനം ലക്ഷ്യമാക്കി നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഇറങ്ങി പുറപ്പെട്ടാൽ ഫഹുവ ളാമിനുൻ അലല്ലാഹ്, അവന്റെ സുരക്ഷിതത്വം പടച്ചറപ്പിന്റെ കയ്യിലാണ്. എല്ലാവരുടെ സുരക്ഷിതത്വം പടച്ചറപ്പിന്റെ കയ്യിലാണെങ്കിലും ഇവൻ പ്രത്യേകം അള്ളാഹുവിന്റെ കാവലിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകർ നമ്മളെ പഠിപ്പിക്കുന്നു, ആരെങ്കിലും ഈ ഹജ്ജിന് അങ്ങ് ഇറങ്ങിയിട്ട് ഇതിന്റെ ഇടക്ക് വെച്ച് ആരെങ്കിലും ഹജ്ജിന് പോയിട്ടാണ് മരിച്ചു എന്ന് വിചാരിക്കുക. ഹജ്ജിന്റെ കർമ്മത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചൊരു മനുഷ്യൻ ഹാജി വഴിക്ക് വെച്ച് മരിച്ചു, അവിടെ ചെന്നിട്ട് മരിച്ചു. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറയുന്നു, അദ്ഖലഹുല്ലാഹുൽ ജന്ന, അള്ളാഹുവിനെ നേരിട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വർഗത്തേക്ക് പോകുന്ന ഉറപ്പുള്ളൊരു പോക്ക്. നിങ്ങളെ മയ്യത്ത് വീട്ടിൽ നിന്ന് കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടിറങ്ങുമ്പോൾ അത് സ്വർഗത്തിലേക്കാ നരകത്തിലേക്കാ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ? നിങ്ങളെ ബന്ധുക്കൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഹജ്ജിന് വേണ്ടി നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് തീർച്ചയായും തീരുമാനിക്കാൻ പറ്റും. എന്തുകൊണ്ട്? മരണപ്പെട്ടാൽ സ്വർഗത്തിലാണെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു തെളിവ് ഈ ഹദീസ് തന്നെ. ഹജ്ജിന് ഇഹ്റാം ചെയ്ത മനുഷ്യൻ
ആ രീതിയിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ തല പോലും മറക്കരുത്. വലാ തുഹമ്മിറു റഅസഹു ഫഇന്നഹു യുബഅതു യൗമൽ ഖിയാമത്തി മുലബ്ബിയാ. നാളെ പരലോകത്ത് മഹ്ശറ ലോകത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഹാജരാക്കപ്പെടും. എന്താ ഹജ്ജിന് പോയിട്ട് മരിച്ചാൽ? ഞാനിത് പറയുമ്പോൾ ഹജ്ജിന് പോയിട്ട് മരിക്കുന്നുള്ള പേടിയുണ്ട് ഒരുത്തനും ഹജ്ജിന് പോകണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാ, അല്ലാതെ അവിടെ പോയി മരിക്കാൻ വേണ്ടിയിട്ടല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആരോഗ്യത്തോടു കൂടി തിരിച്ചെത്തുവാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ, നമ്മുടെ ബന്ധുക്കൾക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പോൾ ഹജ്ജിന് പോയി എന്നതുകൊണ്ട് തിരക്കിൽപ്പെട്ട് മരിച്ചു പോകുമെന്ന് കരുതി ഒരുത്തരും അതിൽ നിന്ന് പിന്മാറരുത്. കാരണം എന്തായാലും നമ്മൾ മരിക്കും, അത് സംശുദ്ധമായൊരു മരണമായിരിക്കുമെന്ന് മാത്രം. അതുകൊണ്ട് ഹജ്ജ് എന്ന കർമ്മത്തിന് വേണ്ടി സമ്പത്തോ അറിവില്ലായ്മയോ ശാരീരിക നാശത്തെക്കുറിച്ചുള്ള ഭയമോ നമ്മെ പിന്തിരിപ്പിക്കരുത്. ആ കർമ്മത്തിൽ നിന്ന് ഒരിക്കലും അത് നമ്മളെ പിന്തിരിപ്പിക്കാൻ പാടില്ല. ഇനി നമുക്ക് ഇതിന്റെ ഗൗരവതരമായ മറ്റു വശങ്ങളിലേക്ക് നോക്കാം. പലരും ഹജ്ജിന് പോകുന്നത് ഹാജി എന്ന് വിളിക്കപ്പെടാനാണ്. അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. ഹജ്ജിന് നമ്മൾ പോകുന്നുവെങ്കിൽ നമ്മുടെ ഹജ്ജ് ഹാജി എന്ന് വിളിക്കപ്പെടാനോ, മകൻ പണം അയച്ചത് കൊണ്ടോ, മറ്റുള്ളവരൊക്കെ ചെയ്തപ്പോൾ ഞാൻ ചെയ്യാതിരുന്നാൽ കുറവല്ലേ എന്നതുകൊണ്ടോ അല്ല. മറിച്ച് നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്തു, പടച്ചറബ് ദോഷം പുറത്തു തരണം. ആ ദോഷം പുറത്തുകൊണ്ട് നമ്മൾ അല്ലാഹുവിന്റെ മഹ്ശറാ സഭയിൽ ഒരുമിച്ച് കൂടുമ്പോൾ പാപമുക്തനായി നിൽക്കാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടിയാണ് നമ്മുടെ ഹജ്ജ്. അതുകൊണ്ട് ക്ലാസ് കേൾക്കുന്ന മുഴുവൻ ആളുകളും മനസ്സിലാക്കുക, നമ്മുടെ ഹജ്ജ് പാപമോചനത്തിന് വേണ്ടിയുള്ളതാണ്. അള്ളാഹു നമുക്ക് സ്വർഗം കിട്ടുന്നതിന് വേണ്ടി ഒരു അമല് നമ്മുടെ മുമ്പിൽ വെച്ചു. ആ സ്വർഗം കിട്ടാൻ വേണ്ടിയുള്ള ഒരു അമലിലാണ് നമ്മൾ പോകുന്നത്. നരകത്തിന്റെ ശിക്ഷ താങ്ങാൻ കഴിയാത്ത പാവങ്ങളായ നമ്മൾ സ്വർഗം നേടാനുള്ള ഈ പ്രവർത്തനത്തിലേക്ക് ഇഖ്ലാസോടുകൂടി ഇറങ്ങിത്തിരിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ അതിന്റെ മുന്നോടിയായി ചെയ്യാനുണ്ട്. അതിന്റെ ആദാബ് സഫർ എന്ന് പറയുന്ന യാത്രയുടെ നിബന്ധനകൾ, അതിലേക്ക് നമുക്ക് കടക്കാം. യാത്രയുടെ ഒരുക്കങ്ങളാണ് ഇനി നമ്മുടെ ക്ലാസ്സിൽ നാം പറയാൻ പോകുന്നത്. എങ്ങനെ യാത്ര ചെയ്യണം, എന്തൊക്കെയാണ് അതിനു വേണ്ടി നാം ഒരുക്കേണ്ടത്, അതിന്റെ അദബുകൾ എന്തെല്ലാം ശ്രദ്ധിച്ച് പഠിക്കുക. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ് വർദ്ധിപ്പിക്കുവാനും അത് ഉപകാരപ്പെടുവാനും അവസരം ഉണ്ടാക്കി തരുമാറാവട്ടെ. ഇതിലാദ്യമായി മുഷാവറയും ഇസ്തിഖാറത്തുമാണ്. മുഷാവറ, ഇസ്തിഖാറത്ത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ ഖാബ മൻ ഇസ്തഖാറ വലാ നദിമ മൻ ഇസ്തശാറ. അർത്ഥം, ഇസ്തിഖാറത്ത് ചെയ്തവൻ ഒരിക്കലും നിരാശനായി മടങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ മുഷാവറ നടത്തിയവൻ ഒരിക്കലും ഖേദിച്ചിട്ടുമില്ല. മുഷാവറ എന്ന് പറയുമ്പോൾ കൂടിയാലോചനയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പോലും മനുഷ്യരെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ മലക്കുകളോട് കൂടിയാലോചന നടത്തി എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ഈ കാര്യത്തിൽ മുമ്പ് ഹജ്ജിന് പോയവർ, ഈ വിഷയത്തിൽ പാണ്ഡിത്യമുള്ളവർ, തന്നെക്കാൾ മുതിർന്ന മഹാന്മാരായ വ്യക്തികൾ എന്നിവരുമായി യാത്രാ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു മുഷാവറ നടത്തൽ അനിവാര്യമാണ്. ഇങ്ങനെ മുഷാവറ നടത്തുമ്പോൾ കുറെ അനുഭവ സമ്പത്തുണ്ടാകുന്നു. അനുഭവമാണല്ലോ ഒരു വലിയ ഗുരു. അതുകൊണ്ട് ഈ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി, നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പള്ളിയിലെ ഉസ്താദ്, നിങ്ങളുടെ മാതാപിതാക്കൾ, കഴിഞ്ഞ വർഷം നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയിട്ടുള്ളവർ, അതല്ലെങ്കിൽ ഹജ്ജ് ക്ലാസ് നിങ്ങൾക്ക് എടുത്തു തരുന്ന ആളുകൾ, ഇവരുടെ ഒക്കെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ കാര്യം ചർച്ച ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കണം എന്നാണ് മുഷാവറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്തിഖാറത്ത് എന്നാൽ ഏതൊരു നല്ല കാര്യം നാം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴും ആ കർമ്മം എങ്ങനെ നിർവഹിക്കണം എന്നതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ആശങ്കയുണ്ടാകുമ്പോൾ, അതല്ലെങ്കിൽ അത് എപ്പോൾ നിർവഹിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് ആശങ്കയുണ്ടാകുമ്പോൾ, നമ്മുടെ ആശങ്കകൾ മുഴുവൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്താണല്ലോ തീർത്തു തരേണ്ടവൻ. അതുകൊണ്ട് പടച്ച റബ്ബിനോട് നേരിട്ട് മുനാജാത്ത് നടത്തുക. അള്ളാഹുവിനോട് നേരിട്ടുള്ള സംഭാഷണം നമസ്കാരമാണല്ലോ, 2 റക്അത്ത് നമസ്കാരം. അതാണ് ഇസ്തിഖാറത്ത്. സാധാരണഗതിയിൽ നാം സുന്നത്ത് നമസ്കരിക്കുന്നത് പോലെ നമസ്കാരത്തിന്റെ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് വുദൂ ചെയ്ത് ഇസ്തിഖാറത്തിന്റെ 2 റക്അത്ത് നമസ്കാരം, അതല്ലെങ്കിൽ ഖൈറിനെ തേടുന്ന 2 റക്അത്ത് നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിർവഹിക്കുന്നു എന്ന് മനസ്സിൽ കരുതി തക്ബീർ കെട്ടി ഫാത്തിഹയ്ക്ക് ശേഷം, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഫാത്തിഹ ഓതിയതിനു ശേഷം